ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിൽ മൺട്രോ തുരുത്ത് എന്ന സ്ഥലം പറയുന്ന മൺട്രോ ഐലൻഡിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഈ യാത്രയിലെ വ്യത്യസ്തമാക്കുന്ന ഒരു മനോഹരമായ ഒരു യാത്ര കൂടിയാണ് ജങ്കാർ യാത്ര. പാലങ്ങളില്ലാത്തിടത്ത് നാട്ടുകാരുടെ ജീവിതവുമായി ചേർന്ന് പോകുന്ന ഒരു ചെറിയ ഫെറി ബോട്ട്, അതാണ് ജങ്കാർ. കാറ്റിൻ്റെ തണുപ്പും ചുറ്റുമുള്ള കായൽ കാഴ്ചകളും വെള്ളത്തെ പ്രതിഫലിക്കുന്ന ആകാശവും എല്ലാം ചേർന്നൊരു സുന്ദരമായ യാത്രാ നിമിഷം. ചില മിനിറ്റുകൾ മാത്രം, പക്ഷേ ഓർമ്മകൾ ഏറെ കാലം നിലനിൽക്കും. ഇതിലേറ്റവും മനോഹരമാണ് ഈ വണ്ടികൾ കയറ്റിക്കൊണ്ടുപോകുന്നത്, അത് ഇറക്കുന്നതുമായ ഒരു മനോഹര കാഴ്ച. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മൺട്രോ ഐലൻഡിലേക്ക് പോകാനായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് വള്ളങ്ങളിലാണ്. പ്രകൃതിയുടെ നിശബ്ദതയിൽ ഒടിഞ്ഞിരിക്കുന്ന ഒരു സ്വർഗം കാണാനാണ് നമ്മുടെ യാത്ര, അതും നമ്മുടെ സ്വന്തം നാട്ടിൽ. നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ മനോഹരമായ മൺട്രോ തുരുത്തിലാണ്. അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ മൺട്രോ തുരുത്ത്. 8 ചെറിയ ദ്വീപുകളുടെ കൂട്ടായ്മ. ഇവിടം പ്രകൃതിയുടെയും ഗ്രാമജീവിതത്തിൻ്റെയും മനോഹരമായ സമന്വയമാണ്. വള്ളം കൂടാതെ കയാക്കിങ്ങും ഇവിടെ അവസരം ഉണ്ട്. പ്രകൃതി നിർമ്മിച്ച കമാനങ്ങളിലൂടെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ വല്ലാത്തൊരു ഫീലാണ്. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലും കല്ലടയാറും ഒരുമിച്ചൊഴുകുന്ന ശാന്തമായ ഒരു ദ്വീപാണ് മൺട്രോ ഐലൻഡ്. പോകുന്ന വഴിയിൽ ധാരാളം ചെമ്മീൻ കെട്ടുകളും മീൻ വളർത്തൽ കേന്ദ്രങ്ങളും നമുക്ക് കണ്ടുപോകാം. ഞങ്ങൾ പോയത് സൂര്യാസ്തമയ സമയമായിരുന്നു. അതിമനോഹരമായ കാഴ്ചയായിരുന്നു. ആ ഒരു സമയം നിങ്ങളും ചൂസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. നിങ്ങളിപ്പോൾ കാണുന്നതാണ് കണ്ടൽക്കാടിൻ്റെ വിത്തുകൾ. കണ്ടൽ ചെടികളുടെ വിത്തുകളാണ്. ധാരാളം കണ്ടൽക്കാടുകൾക്കിടയിലൂടെയാണ് നമ്മുടെ യാത്ര. വെള്ളത്തിന് മുകളിൽ ചൊരിഞ്ഞു നിൽക്കുന്ന കണ്ടൽക്കാടുകളും സൂര്യാസ്തമയ സമയവും കായലിൻ്റെ സുവർണ്ണ കാഴ്ച, ചെറിയ പാലങ്ങളും ഗ്രാമവഴികളും. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ കനാലുകളിലൂടെയും ചെറിയ ചെറിയ പാലങ്ങൾക്കടിയിലൂടെയും ഒക്കെ യാത്ര ചെയ്ത് നമ്മൾ വന്ന് ചേരുന്നത് ഒരു തുരുത്തിലാണ്. ആ തുരുത്തിൽ വെയിൽ ഇറക്ക സമയമായത് കാരണം അവിടെ അധികം വെള്ളമില്ല. അതും നല്ല വെള്ളമാണ്. കുട്ടികളെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് അവിടെ ഇറക്കാം. അതിനെക്കാട്ടിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മനോഹരമായ ഒരു സൂര്യാസ്തമയ കാഴ്ച ഞങ്ങൾ പോയതൊരു 3:30-4 സമയം യാത്ര തുടങ്ങിയത്. അവിടെ എത്തിയപ്പോൾ ഒരു ഏകദേശം സൂര്യൻ അസ്തമയ സമയത്തോട് അടുത്തിരുന്ന് ആ ഒരു കാഴ്ച, അടിപൊളി ഫോട്ടോസും ആ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള സൂര്യകിരണങ്ങൾ ഇങ്ങനെ വരുന്നതും നമ്മളിലേക്ക് വന്ന് പതിക്കുന്നതും ഒക്കെ വളരെ നല്ല എക്സ്പീരിയൻസാണ്. പിന്നെ ഒരുപാട് കമാടങ്ങൾ, പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന നിരവധി കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ഒരു കമാനങ്ങളും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ചെറു കനാലുകളിലൂടെ നടത്തുന്ന കനയാത്ര അഥവാ കാനോ റൈഡ്. തോടുകൾക്കിടയിലൂടെ നീങ്ങുമ്പോൾ നാട്ടുകാരുടെ ജീവിതവും പച്ചപ്പും പക്ഷികളുടെ സംഗീതവും നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. ഒപ്പം ഈ വള്ളത്തിലൂടെയുള്ളൊരു യാത്രയെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് നൽകും. ഈ ഒരു പാലം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു വീട്ടിലേക്ക് മാത്രമുള്ളൊരു പാലമാണ്. അതും ഒരു വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു. പിന്നെ അതേപോലെ ഈ വള്ളത്തിനകത്ത് കുറേ പങ്കായം ഉണ്ടാവും. ഒരു 3-4 പങ്കായം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും തുഴയാം. അത് കൂടാതെ തന്നെ ആ ഒരു അധികം വീതിയില്ലാത്ത ചെറിയ വഴികളിലൂടെയാണ് ഈ വള്ളം സഞ്ചരിക്കുന്നത്. കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ച് ഭയങ്കര രസമായ കാഴ്ചകളാണ് നമുക്ക് തരും. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പാലങ്ങളാണ്. നമ്മളിങ്ങനെ തല തട്ടാതെ കുനിഞ്ഞ് വേണം ഇതിലൂടെ യാത്ര ചെയ്ത് പോകാനായിട്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആ കണ്ടൽക്കാടുകൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ആ ഒരു ക്രിയേഷൻസ് എന്ത് രസമാണെന്നറിയാമോ? ഭയങ്കര ഭംഗിയാണ് അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരുപാട് വള്ളങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ആരും തിരിച്ചു കയറത്തില്ല. അത്രയ്ക്ക് രസമാണ് അവിടെ പോയി എൻജോയ് ചെയ്യാനായിട്ട്. കനാലുകളിലൂടെയുള്ള വള്ളത്തിലൂടെയുള്ള യാത്രകൾക്കിടയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, തെങ്ങിൻ തോപ്പുകളും കായലുകളും ഒക്കെ ചേർന്ന് കണ്ണിന് വിസ്മയം ഒരുക്കുന്ന നിരവധി കാഴ്ചകൾ നമുക്കിവിടെ കാണാം. കുട്ടികൾ അവരുടെ എൻജോയ്മെൻറ്റിനൊന്നും ഒരു അതിരുമില്ല. അത്രയ്ക്ക് എക്സൈറ്റഡും അതേപോലെ തന്നെ നല്ലൊരു ഫീലുമായിരുന്നു മക്കൾക്ക് എല്ലാവർക്കും. എക്സ്പെഷ്യലി അവർ കുറച്ച് പേര് കോഴിക്കോട് നിന്ന് വന്നവരുണ്ടായിരുന്നു. അവരൊക്കെ ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറുന്നത്. നമ്മളൊക്കെ പിന്നെ കൊല്ലത്തൊക്കെ ജനിച്ച് വളർന്നത് കാരണം വള്ളവും കായലും ഒക്കെ നമുക്കൊന്നും അത്രയ്ക്ക്
ഒരു ഇതില്ല, പ്രാധാന്യം ഇല്ലാത്തതായിരിക്കാം. പക്ഷെ അവരെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒപ്പം ഈ ഒരു കാഴ്ചയും ഇത് എവിടെയും അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ കഴിയാത്തൊരു കാഴ്ച കൂടിയാണ്. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയായിരുന്നു നമ്മുടെ മൺട്രോ ഐലൻഡിലെ ഒരു എക്സ്പീരിയൻസ്. അപ്പം ഇത് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തത് തമ്പിച്ചേട്ടനാണ്. തമ്പിച്ചേട്ടൻ്റെ വള്ളത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ചേട്ടൻ്റെ കോൺടാക്റ്റ് നമ്പറും എല്ലാം ഞാനിവിടെ കൊടുക്കാം. ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ കൂടുതൽ യാത്രയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആയ ഫീസ് 1200 രൂപയായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ആർക്കും ആ ഒരു എക്സ്പീരിയൻസ് ആ 2 മണിക്കൂർ പോരായിരുന്നു. അത്രയ്ക്ക് രസമായിരുന്നു ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഉള്ള ഒരു ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഐലൻഡിന് എങ്ങനെ മൺട്രോ ഐലൻഡ് എന്ന പേര് കിട്ടി എന്ന് നമുക്ക് നോക്കാം. തിരുവിതാംകൂർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേണൽ ജോൺ മൺട്രോ വരുന്നു. കല്ലടയാറ് അഷ്ടമുടിക്കായലിൽ ചേരുന്നിടത്താണ് ഈ തുരുത്ത് ഉള്ളത്. കേണൽ മൺട്രോയുടെ ഇടപെടലിലൂടെ ഒരു തുരുത്ത് ജനിക്കുന്നു. പിന്നീട് മൺട്രോയുടെ പേരിൽ ആ തുരുത്ത് അറിയപ്പെടുന്നു. അതാണ് മൺട്രോ തുരുത്ത്. അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന കാലത്ത് കുറേ കനാലുകളും അതുപോലെ ജല വ്യവസ്ഥകളും മത്സ്യബന്ധനങ്ങളും ബന്ധന നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. പുള്ളിയാണ് ഈ ഒരു ഐലൻഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ മൺട്രോ ഐലൻഡ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ യാത്രയിൽ നമുക്ക് നിരവധി ചായക്കട ഒക്കെ കാണും. ഒപ്പം നമുക്ക് ചായയൊക്കെ കുടിക്കാം. പിന്നെ ഇങ്ങനെ വള്ളങ്ങളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന കാണാം. അതൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിലൂടെ പോകുമ്പോൾ പല വള്ളങ്ങളും ഒക്കെ ആയിട്ടൊരു കൂട്ടിയിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു തമാശയുടെ രൂപത്തിൽ നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോകും. പിന്നെ ചായ കുടിക്കാം. ഉച്ചയ്ക്കൊക്കെയാണ് നമ്മുടെ യാത്രയെങ്കിൽ നമുക്ക് ഒരു നല്ല സീ ഫുഡൊക്കെ ഉള്ള ഫുഡ് അറേഞ്ച് ചെയ്യും. മൺട്രോ ഐലൻഡിനെ കുറിച്ചുള്ള വിവരണങ്ങൾക്ക് അതീതമാണ്. പ്രകൃതിയോട് ചേർന്നൊരു ദിവസം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മൺട്രോ ഐലൻഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ സമയം മന്ദഗതിയിൽ നീങ്ങും, പക്ഷേ ഓർമ്മകൾ എന്നും നിലനിൽക്കും. കായലിൻ്റെ നിശബ്ദതയും ഗ്രാമത്തിൻ്റെ സ്നേഹവും. താങ്ക് യു.